നമസ്കാരം. ധനുസ് പീസ് ടിപ്സിലേക്ക് സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളാണ്. LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ ആവർത്തന ചോദ്യങ്ങളാണ്. 2024 ചോദിച്ചിട്ടുള്ള കേരള പീസ് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഫൈനൽ ആൻസർ കീ പ്രകാരമാണ് നമ്മളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. LGS എഴുതുന്നവർക്ക് വേണ്ടി ആവർത്തന ചോദ്യങ്ങൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കണ്ടന്റ് പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി പഴയകാല ക്വസ്റ്റ്യൻ പേപ്പറും കൂടി റിവിഷൻ ചെയ്ത് പോവുക. അപ്പോൾ കണ്ടന്റിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കണ്ടന്റും ക്വസ്റ്റ്യൻ പേപ്പറും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നുകൂടി, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ, ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അടുത്ത ക്വസ്റ്റ്യൻ, ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ, ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തം ദാദാഭായ് നവറോജി. ചോർച്ച നവറോജി. നെക്സ്റ്റ് വൺ, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ദത്തവകാശ നിരോധന നിയമം, ആ ഗവർണർ ജനറൽ ആരാണ്? ആൻസർ, ഡൽഹൌസി പ്രഭു. ദത്താവകാശം നിരോധന നിയമം എടുത്തതാരാണ്? ഡൽഹൌസി. ഡിയും കൂടി നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ദത്തവകാശം ഡൽഹൌസി പ്രഭുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം. 1957 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു നാനാ സാഹിബ്. 1957 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ. താന്തിയ തൊപ്പി പറയുന്നുണ്ട് ഹസ്രത് മഹൽ. ഇതിലെ ആൻസർ നമുക്ക് എന്ത് പറയാൻ പറ്റുന്നുണ്ട്? ആൻസർ, 1957 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത് മഹൽ. ലക്നൌവിലെ നേതാവ് ആരായിരുന്നു? ഹസ്രത്ത് മഹലാണ്. നാനാ സാഹിബിനെ നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും. നാനാ സാഹിബ് ഇവിടുത്തെയാണ്, കാൺപൂരിലെയാണ് നാനാ സാഹിബ് എന്ന് പറയുന്നത്. ബഹദൂർ ഷാ രണ്ടാമൻ ഏതാണ്? ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയിലെയാണ് അല്ലേ? ഡൽഹിയിലെയാണ് ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയുക. ഡൽഹിയിലെയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. താന്തിയ തോപ്പിയും കാൺപൂരിലെയാണ്. ഹസ്രത് മഹലാണ് ഏത്? ലക്നൌവിലെ ഹസ്രത് മഹലാണ്. ലക്നൌവിലെ ബീഗം ഹസ്രത് മഹൽ അല്ലേ? അവര് ആഗ്രയും ഔധും കൂടിയുണ്ട്. ഇവിടുത്തെ നമ്മുടെ ആൻസർ, 57 വിപ്ലവത്തിന് ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. അവര് എവിടെയും കൂടിയുണ്ട്, ആഗ്ര, ഔധ് എന്ന പ്രദേശങ്ങൾക്കും കൂടി അവിടുത്തെ നേതാവും കൂടിയായിരുന്നു. ആഗ്ര, ഔധും കൂടി ലക്നൌവിന്റെ കൂടെ നിന്ന് കൂട്ടിവെപ്പിച്ചേക്കാം. ആർക്ക് വേണ്ടി? ഹസ്രത് മഹലിന്റെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? അതിന്റെ ആൻസർ നമുക്ക് ഇവിടെ ഇല്ല. നമ്മുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം എവിടെയാണ്? 1947 ജൂലൈ 22 നമ്മുടെ പതാക അല്ലെങ്കിൽ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് അല്ലേ? അതിന് കുങ്കുമനിറം, പച്ചനിറം ഇല്ല, വെള്ള നിറം ഉണ്ടെന്ന് നമുക്കറിയാം. ഇതിലെ സമ്മേളനം എന്ന് പറയുമ്പോൾ കറാച്ചി സമ്മേളനം നടക്കുന്ന എപ്പോഴാണ്? കറാച്ചി സമ്മേളനം എന്ന് പറയുമ്പോൾ നടക്കുന്നത് 1931 കറാച്ചി സമ്മേളനം. 1931 കറാച്ചി സമ്മേളനം. എന്തിനു വേണ്ടിയായിരുന്നത്? മൗലിക അവകാശങ്ങൾ എന്ന അതിന്റെ പ്രമേയം, മൗലികാവകാശ പ്രമേയം പാസ്സാക്കാൻ വേണ്ടിയാണ് രൂപീകരിച്ച സമ്മേളനമാണത്. 1931 കറാച്ചി 31 കറാച്ചി സമ്മേളനം എന്ന് പറയുന്നത് അല്ലേ? ലാഹോർ സമ്മേളനം നമുക്കറിയാം എന്താണ്? 1929 പൂർണ്ണ സ്വരാജ്. എപ്പോഴും ചോദിക്കും, 29 പൂർണ്ണ സ്വരാജ് ആണെന്ത്? ലാഹോർ സമ്മേളനം എന്ന് പറഞ്ഞു നിൽക്കുന്നത്. അതുപോലെ തന്നെ കൊൽക്കത്ത സമ്മേളനം എന്ന് പറയുന്നത് എന്തായിരിക്കണം? കൊൽക്കത്ത സമ്മേളനം 2 ഉണ്ടല്ലേ? 2. ഒന്ന് 1896 കൽക്കട്ട സമ്മേളനം എന്ന് പറയുമ്പോൾ അത് വന്ദേ മാതരം ആദ്യമേ ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണത്. എൻ്റെ
പ്രാധാന്യം അതാണ്. പിന്നെ 1911 കൽക്കട്ട സമ്മേളനമുണ്ട്. അതിൻ്റെ എന്തായിരിക്കണം? അതായത് ജനഗണമനയുടെയാണത്. ഒന്ന് ദേശീയ ഗീതത്തിന് വേണ്ടിയും മറ്റൊന്ന് ദേശീയ ഗാനത്തിന് വേണ്ടിയുമാണെന്ത് കൽക്കട്ട സമ്മേളനങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ 1896 1896 ആണ് 96 കൽക്കട്ട സമ്മേളനം എന്ന് പറയുമ്പോൾ അത് വന്ദേ മാതരം ദേശീയ ഗീതത്തിന് അംഗീകരിച്ചുകൊണ്ടുള്ളതാണ്, അതിനു വേണ്ടിയുള്ളതാണ്. അടുത്തത് 1911 അത് ജനഗണമന ദേശീയഗാനം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1911 കൽക്കട്ട സമ്മേളനം. അതിൻ്റെയൊക്കെ അധ്യക്ഷൻ ആരാണെന്ന് അറിയത്തില്ലേ? BN ധാർ ആണ് അതിൻ്റെ അധ്യക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. അടുത്തത്, തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ റിപ്പബ്ലിക് എന്ന് അറിയപ്പെടുന്നു. റിപ്പബ്ലിക് എന്നാണ് അറിയപ്പെടുന്നത്. റിപ്പബ്ലിക് എന്ന് അറിയപ്പെടുന്നു. അടുത്തത്, ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ആൻസർ നിർദ്ദേശക തത്വങ്ങളിൽ. ആൻസർ ഓപ്ഷൻ ബി ആണ്, നിർദ്ദേശ തത്വങ്ങളിൽ. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? നിർദ്ദേശ തത്വങ്ങളിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ നമുക്കറിയാം, എന്താണ്? ഓപ്ഷൻ സി, മൗലിക അവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. മൗലിക അവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പ് നൽകുന്നത്? ആൻസർ വിദ്യാഭ്യാസം. ആൻസർ എന്താണ്? വിദ്യാഭ്യാസം. അനുച്ഛേദം 21A വിദ്യാഭ്യാസമാണ്. അനുച്ഛേദം 21A വിദ്യാഭ്യാസമാണ്. നെക്സ്റ്റ്, മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏതാണ്? മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ആൻസർ വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ. മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷൻ. കർഷക കലാപം അല്ലേ? കർഷക കലാപം വില്യം ലോഗന്റെ കമ്മീഷനാണ്. കർഷക കലാപം, മലബാറിലെ കർഷക കലാപം വില്യം ലോഗൻ കമ്മീഷൻ. മലബാറിലെ കർഷക കലാപം വില്യം ലോഗൻ കമ്മീഷൻ. അടുത്തത്, കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആരാണ്? കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആരാണ്? രാമൻ നമ്പിയാണ് കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. എൻ്റെയൊക്കെ വർഷം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആരാണ്? രാമൻ നമ്പിയാണ്. അടുത്തത്, സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്ന ആരാണ്? സർവ്വവിദ്യാധിരാജ എന്ന് അറിയപ്പെട്ടത് ആരെയാണ്? വിദ്യാധിരാജ ആരാണ്? ചട്ടമ്പി സ്വാമികൾ. വിദ്യാധിരാജ ആരാണത്? ചട്ടമ്പി സ്വാമികൾ. സർവ്വവിദ്യാധിരാജ ആരാണ്? ചട്ടമ്പി സ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? ഏത് പത്രമാണിത്? മിതവാദി പത്രമാണ്. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? മിതവാദിയാണ്. മിതവാദി എന്ന പത്രം. ആൻസർ അടുത്ത് നോക്കാം. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ്? കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ്? കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ്? 15 ഇയറും അതിൻ്റെ 15 കല്ലുമാല പ്രക്ഷോഭത്തിന് നേതാവ് ആരാണ്? ആൻസർ അയ്യങ്കാളിയാണ്. കല്ലുമാല പ്രക്ഷോഭം അല്ലേ? കല്ലുമാല പ്രക്ഷോഭം. നവോത്ഥാന നായകരെ പറ്റി എപ്പോഴും കൂടുതലായിട്ട് പഠിച്ചു വെക്കുക. ഓരോന്ന് വർഷങ്ങളും പഠിക്കുക, അവരുടെ പ്രവർത്തനങ്ങളും പഠിക്കുക. നെക്സ്റ്റ്, G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണത്? സിംഗപ്പൂരാണ് G20യിൽ ഉൾപ്പെടാത്തത്. നെക്സ്റ്റ് വൺ, ഇസ്രയേലിൽ നിന്നും പലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച
ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ അജയ് എന്നാണ്. ഓപ്പറേഷൻ അജയ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യാധിഷ്ഠിത വളർച്ച ഈ ഉദ്ദേശത്തോട് തുടങ്ങിയ അല്ലെങ്കിൽ അതിൽ കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി. ഒന്നുകൂടി, പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ചയാണ് ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി. പട്ടിണി ഇല്ലാതാക്കാൻ വേണ്ടി തുടങ്ങിയ പദ്ധതി ശരിക്കും ഏതായിരുന്നു അത്? 9ാം പഞ്ചവത്സര പദ്ധതി. ഒന്നുകൂടി, പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച. ഓക്കെ, ഇക്വാളിറ്റി കൊണ്ടുവരുന്നു അവിടെ. തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. അടുത്തത്, ഏത് ഇന്ത്യൻ സംസ്ഥാനം ബന്ധപ്പെട്ടതാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഏത് ഇന്ത്യൻ സംസ്ഥാനം ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ആൻസർ അരുണാചൽ പ്രദേശ്. ആൻസർ എന്താണത്? അരുണാചൽ പ്രദേശ്. നെക്സ്റ്റ് വരുന്നത്, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ശരിയല്ലാത്തത് രണ്ടാമത്തത് മാത്രമാണ് ശരിയല്ലാത്തത്. അത് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കുകയാണല്ലോ. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ്. നമ്മൾ ശരിയല്ലാത്ത പ്രസ്താവന ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ വായിക്കുന്നു, പ്രസ്താവന 3 നമ്മൾ വായിച്ചു കഴിയുന്നു. അപ്പോൾ ശരിയല്ലെന്ന് തോന്നുന്നു, നമുക്കത് മാർക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ശരിയല്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബിയിലാണ്, ഓപ്ഷൻ ബിയിലാണ് നമുക്ക് ശരിയല്ലാത്ത പ്രസ്താവന കിടക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ നമ്മളിവിടെ മാർക്ക് ചെയ്യണം. ബി ആണ് നമ്മൾ ഓപ്ഷൻ ബി ശരിക്കും നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ ചോദ്യം ഒന്നുകൂടി, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് MN കുൻസ്രു ആയിരുന്നുള്ളതാണ് അധ്യക്ഷൻ അല്ലേ. അതന്നെ നമുക്കറിയാം. ആരാണ് അധ്യക്ഷൻ? ആരാണ്? ഫസൽ അലിയാണ് അധ്യക്ഷനായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത്, മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കട്ല, മംഗലാപുരം, കണ്ടില്ല അല്ലേ. മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏതാണ്? അല്ലേ? ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏതാണ്? ആൻസർ മധുരയാണ്. മധുരയാണ് ആൻസർ വരിക. അടുത്തത്, ഭക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഭക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. വൈദ്യോൽപാദനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചതാണിത്. സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ജലസേനത്തിനു വേണ്ടി മാത്രം നിർമ്മിച്ചത്. വിവിധോദ്ദേശ പദ്ധതിയാണ്. ഭക്രാനങ്കൽ അണക്കെട്ടിനെ കുറിച്ചാണിത് പറയില്ല. നമ്മുടെ ഇതിനകത്ത് കേരളത്തെ കുറിച്ച് പഠിക്കാൻ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കണ്ടന്റ് വരുമ്പോഴത്തേക്കിന് എന്താണ് അവിടെ അണക്കെട്ടുകളെ കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ അത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വേണം പഠിക്കാൻ. അപ്പോൾ ഇതിലെ ആൻസർ എന്താണ്? താഴെ പറയുന്നതിൽ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചേക്കുന്നതില്ലേ. ഭക്രാനങ്കൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം ഏതൊക്കെയാണ്? ആൻസർ നമുക്ക് എന്താ പറയാം? ആൻസർ അല്ലേ 2ഉം 4ഉമാണ് നമുക്കിവിടെ അല്ലേ. 2. അത് ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ. ഏതെല്ലാമാണ് ഭക്രാനങ്കൽ വരിക? അതായത് സത്ലജ് നദിയിൽ കാണപ്പെടുന്നു. ഡി എന്ന് പറയുമ്പോൾ അത് വിവിധോദ്ദേശ പദ്ധതി അല്ലേ. അത് നമുക്കറിയാൻ പറ്റും, എപ്പോഴും അറിയാം അല്ലേ. ഭക്രാനങ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക, നമുക്ക് ഏകദേശം എന്താ പറയുക, ഫസ്റ്റ് ആൻസർ നമുക്ക് എന്താ പറയുന്നുണ്ട്? ഒരു വിവിധോദ്ദേശ പദ്ധതിയാണെന്ത്? ഭക്രാനങ്കൽ അല്ലേ അണക്കെട്ടെന്ന് പറയുമ്പോൾ ഒരു വിവിധോദ്ദേശ പദ്ധതിയാണെന്ത്? ഭക്രാനങ്കൽ അണക്കെട്ട്. അടുത്ത പോയിന്റ് ഏതും കൂടിയായിരുന്നു? സത്ലജ് നദിയിലാണ് അല്ലേ. സത്ലജിലാണ് ഭക്രാനങ്കൽ അണക്കെട്ടെന്നും പറയാം. താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതാണ്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതാണ്? ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതാണത്? ജീവൻ രക്ഷാ പതക്കാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതാണ്? ജീവൻ രക്ഷാ പതക്. ഓക്കെ, ആഭ്യന്തര മന്ത്രാലയമാണ്, ജീവൻ രക്ഷാ പതകാണ്. കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്നതും കൂടി ഓർക്കുക. ദേശീയ പുരസ്കാരവുമാണ് എന്ത്? ജീവൻ രക്ഷാ പതക്. ഓക്കെ, കേരളത്തിലെ അങ്ങനെ വരുന്നില്ല, കേന്ദ്രമാണത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരമാണെന്ത്? ജീവൻ രക്ഷാ പതക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്?
ആൻസർ എവിടെയാണ്? ഗോദാവരി. നിസാം സാഗർ നദീതട പദ്ധതി ഗോദാവരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിസാം സാഗർ നദീതടി ഗോദാവരി. നിസാം സാഗർ, ഗോദാവരി, നിസാം, ഗോദാവരി. അടുത്തത്, ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? ഏറ്റവും തെക്കേ അറ്റത്തുള്ള, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? അല്ലെ, വിശാഖപട്ടണം, കൊച്ചി, തൂത്തുക്കുടി, കൃഷ്ണപട്ടണം. ഇതിൽ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? തൂത്തുക്കുടിയാണ്. തൂത്തുക്കുടിയാണ്. അടുത്തത്, ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏതാണ്? ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നും പേര് ലഭിച്ച പീഠഭൂമി ഏതാണ്? ഛോട്ടാനാഗ്പൂർ, ഡക്കാൻ പീഠഭൂമി, മാൾവ പീഠഭൂമി, കച്ച് പീഠഭൂമി. ആൻസർ നമുക്ക് എന്ത് പറയാം? ആൻസർ ഡക്കാൻ പീഠഭൂമി. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ഡക്കാൻ പീഠഭൂമി. ദക്ഷിൺ, ഡക്കാൻ പീഠഭൂമി. ദക്ഷിൺ, ഡക്കാൻ പീഠഭൂമി. അടുത്തത്, ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഏത് ചുരമാണ് ഹിമാചലിനെ ലഡാക്ക്, ഹിമാചൽ ടു ലഡാക്ക്, ആ ചുരം ഏതാണ്? ഹിമാചൽ ടു ലഡാക്ക് ചുരം ഏതാണ്? ബരാലച്ച ചുരം. ബരാലച്ച ലാ ചുരം. ബരാലച്ച, ഹിമാചലും ലഡാക്കും, ബരാലച്ച ലാ ചുരം. നെക്സ്റ്റ് വൺ, ഏത് രേഖാംശ രേഖയിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ഏത് രേഖാംശത്തിലെ സമയമാണ്, ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ആൻസർ നമുക്കെന്ത് പറയാം? 82 ഡിഗ്രി പൂർവ്വ രേഖാംശം. 82 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്. 82 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്. അടുത്തത്, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള ഏതെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73/74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ബൽവന്ത് റായ് കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73/74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഇതൊക്കെ വരിക. ആൻസർ നോക്കാം നമുക്ക്. ഒരു മിനിറ്റ്. 73/74 എന്നൊരു ക്വസ്റ്റ്യൻ, നമുക്കത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലേ. 73 ശരിക്കും ഏതാ വരിക? പഞ്ചായത്തിൻ്റെ കാര്യങ്ങളെ കുറിച്ചാണ് അതിൻ്റെ വരുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 73 വന്നതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ അവിടെ ഡിലീറ്റ് ആണ്. അപ്പോൾ 73-74 ശരിക്കും എന്താണ്? പഞ്ചായത്ത് രാജിനെ കുറിച്ചൊക്കെ പറയുന്ന നിയമങ്ങളാണ് വരിക അവിടെ. ഇതെല്ലാം ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വരുന്നത്, പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? ഇത് പ്രാചീന ശിലായുഗത്തെക്കുറിച്ച്, അതായത് വയനാടിൽ പ്രാചീന ശിലായുഗത്തിൻ്റെ പറ്റി പറയാറുണ്ട്. അതിൽ ഇവിടെ ആൻസർ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആണ്. പക്ഷേങ്കിൽ വയനാട്ടിൽ ആണെന്ത് നടക്കുക? ഇടയ്ക്കൽ ഗുഹ കാണപ്പെടുക. നെക്സ്റ്റ് വൺ, 32ാമത്തത്, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി അല്ലേ? അത് ശരിക്കും വായിക്കണം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണിത്, ആവർത്തിക്കുന്ന ചോദ്യമാണിത്, പഠിച്ചു വെക്കണം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? ഏത് വില്ലേജിലാണ്? പള്ളിക്കര വില്ലേജിൽ. വലിയ കോട്ട പള്ളിക്കര വില്ലേജിൽ, പള്ളിക്കര. നെക്സ്റ്റ്, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പ്രധാന പ്രക്ഷോഭം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. സഞ്ചരിക്കുക അല്ലേ? വൈക്കം സത്യാഗ്രഹം. അപ്പോൾ അത് വൈക്കം ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള സ്ഥലത്തു കൂടി നടക്കാൻ അവർക്കും അനുവാദം കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ കഥ വരുന്നത്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനം ഉള്ളത്? ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനം ഉള്ളത്? ആൻസർ കാപ്പിയാണ്. കാപ്പി.
നെക്സ്റ്റ് 1959 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? 1959 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? ആലപ്പുഴ ജില്ല. കയർ ഫാക്ടറി ആലപ്പുഴ ജില്ല. അവിടെ തൊണ്ടും ഒക്കെ ഇട്ട് അല്ലേ, കുട്ടനാട് സൈഡിലൊക്കെ തൊണ്ടൊക്കെ ഇട്ട് നമുക്ക് അഴുകിയിട്ടൊക്കെ വേണം അതിൻ്റെ കയറൊക്കെ എടുത്ത് വേണം അങ്ങനെ തല്ലിയാണ് ശരിയാക്കുക. സോ അത് ഓർത്താൽ മതി. നമുക്ക് ആലപ്പുഴ ജില്ലയിലാണ് ഓർത്ത് വെക്കാം. നെക്സ്റ്റ്, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ പറ്റി ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? ആൻസർ 1.25 കോടി മലയാളികൾ. അടുത്തത് 1.25 കോടി മലയാളികൾ. നെക്സ്റ്റ് വരുന്നത് താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ്? ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ്? ആനമുടിയെക്കുറിച്ച് ഇതാണ് കേരളത്തിലെ ഓപ്ഷൻ സി ആണ് തെറ്റായ പരാമർശം. കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് ആനമുടിയെക്കുറിച്ച് ബാക്കി പ്രസ്താവന ഞാൻ വായിച്ചു തരാം. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി. നെക്സ്റ്റ് വരുന്നത് ഇരവികുളം ദേശീയ ഉദ്യാനം ഉൾപ്പെടുന്ന പ്രദേശമാണ് ആനമുടി. നെക്സ്റ്റ് ഏകദേശം 2695 മീറ്ററാണ് ഉയരം. ഈ ആനമുടിയുടെ നോട്ട്സൊക്കെ ഞാനിതിന് മുൻപത്തെ ക്ലാസ്സിലൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് അറ്റാച്ച് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്കത് പഠിച്ചു വെക്കുക നല്ലതായിരിക്കും. ആനമുടിയെക്കുറിച്ചുമൊക്കെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിലെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? കേരളത്തിൻ്റെ കായിക തലസ്ഥാനം ഏത് സ്ഥലമാണ്? കായിക തലസ്ഥാനം കോതമംഗലം. നെക്സ്റ്റ് 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. അടുത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? അറിയാലോ, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ്, ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? HDFC ആണ്. ലക്ഷദ്വീപിൽ HDFC ആണ്. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ആരാണ്? പൃഥ്വിരാജ്. 2024 പൃഥ്വിരാജാണ്. അപ്പോൾ ഇത് പഠിക്കുക. നമ്മൾ 25th വരുന്ന അവാർഡുകളെ കുറിച്ചുമൊക്കെ നന്നായിട്ടൊരു ധാരണ നമുക്ക് പഠിച്ചു വെക്കണം. ധാരണ മാത്രം പോരാ, അത് പഠിച്ചും കൂടി വെക്കണം. നെക്സ്റ്റ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിന് എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? ആരായിരുന്നു അദ്ദേഹം? ആൻസർ അർഷാദ് നദീമാണ് പാകിസ്ഥാൻകാരൻ. നെക്സ്റ്റ്, ലോക നാട്ടറിവ് ദിനം ഏതാണ്? ലോക നാട്ടറിവ് ദിനം എന്താണ്? ഓഗസ്റ്റ് 22. നാട്ടറിവ് 22 ഓഗസ്റ്റ്. നെക്സ്റ്റ്, ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ഡെങ്കി വൈറസ്. നെക്സ്റ്റ് 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ കിലിയൻ മർഫിയാണ്. നെക്സ്റ്റ് വരുന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹത്തിന് ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? OR കേളു. അത് ഏത് മണ്ഡലത്തിൽ നിന്നാണെന്ന് പഠിക്കുക. OR കേളു ഏത് മണ്ഡലത്തിലാണ് അദ്ദേഹം? മാനന്തവാടി. ഏത് ജില്ല? വയനാട് ജില്ല. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്പലത്തിൻ്റെ കൃതി അല്ലേ? ഉണ്ണിയമ്മ അമ്പലത്തിൻ്റെ കൃതി എന്താണ്? ഓക്കെ. നെക്സ്റ്റ് അതിൻ്റെ എന്താണ്? അൽഗുരുതങ്ങൾ അല്ലേ? അൽഗുരുതങ്ങളുടെ നാട്. അപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൽ അൽഗുരുതം ശരിയല്ല എന്നൊക്കെ വിളിച്ച് പറയാറുള്ളത്. അതുപോലെ തന്നെ അപ്പോൾ ഉണ്ണി അമ്മ അമ്പലത്തിൻ്റെ കൃതി അൽഗുരുതങ്ങളുടെ നാട് അല്ലേ? അവിടെ തന്നെ അൽഗുരുതം തെറ്റാണ്. എഴുതിയേക്കുന്നതിൻ്റെ എന്താ? അതിൻ്റെ അൽഗുരുതങ്ങൾ തെറ്റാണ്. അപ്പോൾ അൽഗുരുതങ്ങളുടെ നാടാണ് അവരുടെ. ഓക്കെ. നെക്സ്റ്റ് 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീന.
നിങ്ങൾക്ക് ക്ലാസ് ഏത് രീതിയിൽ വേണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടൈപ്പ് മതിയോ, ആൻസർ ടൈപ്പ് മതിയോ, ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് മതിയോ എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. LGS തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ഇനി ഡെയിലി അല്ലെങ്കിൽ ഡെയിലി തന്നെ ആവർത്തന ചോദ്യങ്ങൾ ഇടുന്നതായിരിക്കും. കൂടാതെ അതിൻ്റെ നോട്ടുകളും കൂടി ഞാൻ ഇടുന്നുണ്ട്. ഓരോ നോട്ടുകൾ കേരള ചരിത്രം, നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന ടൈപ്പുകൾ നോട്ടുകൾ ടൈപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി ഏതാണ്? ഇലോൺ മസ്കിൻ്റെ കമ്പനി ഏതാണ്? ന്യൂറാലിങ്ക് ആണ്. വയർലെസ് ചിപ്പ് പഠിപ്പിച്ച് അല്ലേ, ചിപ്പ് ഇംപ്ലാന്റ് ചെയ്താണ്. വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് ചെയ്തത് ന്യൂറോ ഇലോൺ മസ്ക്. മനുഷ്യ മസ്തിഷ്കം, മനുഷ്യൻ്റെ തലച്ചോറിലേക്ക് ചിപ്പ് ഘടിപ്പിച്ച് അല്ലേ, ആ കമ്പനി ഏതാണ്? ന്യൂറാലിങ്ക്. നെക്സ്റ്റ് വൺ, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാന് നൽകിയ പേര് എന്താണ്? ആൻസർ നീലു എന്നാണ്. നെക്സ്റ്റ് വൺ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുത്തെഴുതുക. ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ്? അതായത് ഏതൊക്കെയാണ്? ചർവണകവും അതുപോലെ അഗ്രചർവണകം അല്ലേ, ചവച്ചരയ്ക്കാൻ. ഉളിപ്പല്ല്, നമ്മുടെ കോമ്പല്ല് ഉളിപ്പല്ല് പറയല്ലേ, നേരെ ഇരിക്കുന്ന പല്ലുണ്ട്. ചർവണകം അങ്ങേറ്റത്തുള്ളത് പറയണം. അപ്പം ചർവണകവും അഗ്രചർവണകവുമാണ് അതിൻ്റെ പല്ലുകൾ. നെക്സ്റ്റ് വരുന്നത്, സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? സൂര്യപ്രകാശിലെ വെയിൽ കൊണ്ടാൽ കിട്ടുന്ന വിറ്റാമിൻ ഏതാണ്? വെയിൽ കൊണ്ടാൽ ഏത് വിറ്റാമിൻ കിട്ടും നമുക്ക്? വിറ്റമിൻ ഡി. ഓപ്ഷൻ ഡി, വിറ്റമിൻ ഡി തന്നെയാണ് കിട്ടുക അല്ലേ. ഈ വിറ്റമിൻ ഡി നമുക്ക് വെയിൽ കൊള്ളുമ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലേ, അവിടെ ഈ കാൽസ്യം എന്ന് പറയുന്നൊരു മിനറലും കൂടി ആവശ്യമുണ്ട്. കാൽസ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് അബ്സോർവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, ആഗിരണം ചെയ്യപ്പെടുത്തുള്ളൂ. വിറ്റാമിൻ ഡി ആഗിരണം ചെയ്യപ്പെടുത്തുള്ളൂ. അപ്പം വിറ്റമിൻ ഡിയുടെയും കാൽസ്യത്തിൻ്റെയും പ്രവർത്തനം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അല്ലേ. വിറ്റമിൻ ഡി വെറുതെ കിട്ടില്ല, കാൽസ്യം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പ്രവർത്തനം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് കിട്ടുക. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ വിറ്റമിൻ ഡി നമുക്ക് ആഗിരണം ചെയ്തിട്ട് നമ്മുടെ ത്വക്കിൽ വഴി അല്ലേ, കാൽസിഫറോൾ എന്നൊക്കെ പറഞ്ഞ ത്വക്കിൽ വഴി ഇങ്ങനെ കിട്ടത്തുള്ളൂ. അപ്പോൾ വിറ്റമിൻ ഡി നോക്കുക, സൂര്യപ്രകാശം, വിറ്റമിൻ ഡി. ഏത് വിളയുടെ സങ്കരയിനമാണ് സൽകീർത്തി? വെണ്ടയാണ്. വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2006. നെക്സ്റ്റ്, സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനം പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1984. 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ IFFI നടന്ന സംസ്ഥാനം, ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? സ്വീഡൻ അല്ലേ, സ്വീഡനാണ്. വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്ത ശരിയായ പ്രസ്താവന എന്താണ്? വൈദ്യുത സർക്യൂട്ടാണ്. പ്രസ്താവന ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവന മാത്രം വായിക്കുക. ഏതാണ് ഒന്നാമത്തത്? അതായത് 1, 2, 3 ശരിയാണ് അല്ലേ. അപ്പം 3 വാക്യം. ഓക്കെ, ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. അടുത്തത്, ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അടുത്തത്, അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. അടുത്തത്, നെക്സ്റ്റ് വരുന്നത്, തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കണം? എത്രയാണത്? 90 ഡിഗ്രി ആയെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. 90 ഡിഗ്രി ആയിരിക്കണം. നെക്സ്റ്റ്, കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ കൊടുത്തിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? കാന്തങ്ങളെ പറ്റിയ വിവരങ്ങളാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉമാണ് ശരിയായത്. അതായത് സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു. നമുക്കറിയാം അല്ലേ, കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിലേ സ്ഥിതി ചെയ്യുള്ളൂ. നെക്സ്റ്റ്, ഒരു കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവവും അല്ലെ തെക്ക് വശവും അതിൻ്റെ മറ്റൊരു കാന്തത്തിന്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കും അല്ലേ. ദക്ഷിണ ധ്രുവവും ഉത്തര ധ്രുവവുമായിരിക്കും ആകർഷിക്കുക. പോസിറ്റീവ് പോളും നെഗറ്റീവ് പോളും എന്ന് പറയുന്ന പോലെ തന്നെ ദക്ഷിണ ധ്രുവവും ഉത്തര ധ്രുവവും കൂടിയാണ്
ആകർഷിക്കുക, അല്ലെ? വിപരീത ധ്രുവങ്ങളാണ് എപ്പോഴും ആകർഷിക്കുക. ഓക്കെ, ഒരു കാന്തത്തിൻ്റെ ദക്ഷിണധ്രുവവും മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തരധ്രുവവും പരസ്പരം എപ്പോഴും ആകർഷിക്കും. അപ്പോൾ 2 പോയിന്റ്സ് അല്ലേ ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ആൻസർ: അയിരുകൾ അതത് ലോഹം ഉയർന്ന സാന്ദ്രത അടങ്ങിയിരിക്കുന്നു. അയിരുകളിൽ അതത് ലോഹം, അയിരുകളിൽ അയിരെന്ന് പറയുമ്പോൾ ഒരു ലോഹത്തിനകത്ത് അഴുക്കളെല്ലാം അല്ലേ അത് വരുന്നതല്ലേ. അയിരുകൾ എന്ന് പറയുമ്പോൾ അതാണ് അയിര് ആദ്യം എടുക്കുക, അവിടുന്ന് വേർതിരിച്ച് നമ്മൾ എടുക്കുക, ലോഹമുണ്ടാക്കുക. അപ്പോൾ അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഒരു അലൂമിനിയം എന്ന മെറ്റൽ അതിൻ്റെ അതിൻ്റെ അയിര് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് വേർതിരിച്ചെടുക്കണം. ആദ്യം നമ്മൾ അലൂമിനിയം എടുക്കുന്നത് അല്ലേ. നെക്സ്റ്റ് അലുമിനിയത്തിൻ്റെ അയിരുന്നത് ബോക്സൈറ്റ് അല്ലേ, അവിടെ നമ്മൾ അലുമിനിയം മാത്രം വേർതിരിക്കുന്നു. അപ്പോൾ അലുമിനിയം കൂടുതലാണ് അടങ്ങിയിരിക്കുന്നു അവിടെ, അതാണ് പറയുക. അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. അടുത്തത് വിനാഗിരി ബേക്കിംഗ് സോഡയും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷത ആയി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? വിനാഗിരി പ്ലസ് ബേക്കിംഗ് സോഡ ഏത് വാതകം പ്രൊഡ്യൂസ് ചെയ്ത്? അതായത് ഇത് തീ കെടുത്തുന്ന വാതകമാണ്. വിനാഗിരിയും ബേക്കിംഗ് സോഡയും പ്രവർത്തിക്കുമ്പോൾ തീ കെടുത്തുന്ന വാതകം ഇല്ലേ ഉണ്ടാകുന്നു. നെക്സ്റ്റ് വൺ, സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കുവാനുള്ള കോൾ സെന്ററിന്റെ പേര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? സഹജ എന്ന് പറയുന്നു. സഹജ, സ്ത്രീ തൊഴിലാളികൾ സഹജ. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിന്റെ പേര് എന്താണ്? കൈരളി എന്നാണ്. കേരള ഡിജിറ്റൽ സർവകലാശാല AI ചിപ്പിന്റെ പേര് കൈരളി. AI ചിപ്പ് അല്ലേ, കൈരളി. അതിപ്പോൾ കൈരളി ചാനൽ എന്നൊക്കെ ഓർത്ത് വെച്ച് അല്ലേ, കൈരളി. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം അല്ലേ, അറിയാം, വുഹാൻ എന്ന സ്ഥലം അല്ലേ, വുഹാനിലാണ് പൊട്ടിപ്പുറട്ട്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്ത ഏതാണ്? അല്ലേ, ജീവിതശൈലി രോഗം അല്ലാത്തത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും നമ്മൾ പിന്തുടരുന്ന ദിനചര്യകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില അസുഖങ്ങളൊക്കെ പിടിപെടാം. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതശൈലി കൊണ്ട് ഉണ്ടാകാത്ത രോഗം ഏതാണ്? ഉണ്ടാകാത്ത രോഗം അല്ലേ, ആൻസർ ഏതാണത്? ടൈഫോയിഡ് ആണ് അല്ലേ, ടൈഫോയിഡ് ആണത്. ബാക്കി പ്രമേഹം, പക്ഷാഘാതം, രക്തസമ്മർദ്ദം അതൊക്കെ ജീവിതശൈലി രോഗമാണ്. അതല്ലാതെ വരുന്ന രോഗമാണത് അല്ലേ, ബാക്ടീരിയ മൂലമൊക്കെ ടൈഫി ഒക്കെ മൂലം ഉണ്ടാകുന്നതാണെന്ത്? ജീവിതശൈലി രോഗമല്ലാത്ത സാധനം ടൈഫോയിഡ് ആണ്. ഓക്കെ, ഇനി സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് ഇതാണ്. സ്തനാർബുദം അല്ലേ, സ്തനാർബുദത്തിൻ്റെ അതിന് ക്യാൻസർ അതിന് കണ്ടുപിടിക്കാൻ, അതിൻ്റെ തടുപ്പുകളൊക്കെ ഉണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഉള്ള ഏതാണത്? മാമോഗ്രാം അല്ലേ. മാമോഗ്രാം ടെസ്റ്റ് സ്ഥലത്തിൽ ചെറിയ മുഴകൾ പോലെ തടുപ്പുകൾ പോലെ കാണുമ്പോൾ നമുക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ടെസ്റ്റാണിത്. മാമോഗ്രാം ചെയ്യുക, ഡീറ്റെയിൽഡ് ചെയ്യുക. മാമോഗ്രാം ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിൽ ക്യാൻസറസ് സെല്ലുകൾ, പാപ്പുലോണിമ സെൽസ്, ക്യാൻസറസ് സെല്ലുകൾസ് ഉണ്ടോ എന്ന് നോക്കും അല്ലേ. അതിനകത്ത് ഇല്ലെങ്കിൽ മാമോഗ്രാം എല്ലാവരും ചെയ്യുന്നതാണത്, ചെയ്ത് നോക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. സാധാരണ നമുക്ക് കൊഴുപ്പടിയുമ്പോഴും എന്താണ് തടിപ്പുകൾ ഉണ്ടാകാം, മുഴകൾ ഉണ്ടാകാം. പക്ഷെങ്കിൽ അത് ക്യാൻസർ സെൽസിലേക്ക് ആകുമ്പോഴാണ് മാമോഗ്രാം ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുക. ആണെങ്കിൽ സംശയമുണ്ടെങ്കിൽ ആകാം. മാമോഗ്രാം ചെയ്യുമ്പോൾ നമുക്കത് ഫൈനലൈസ് ചെയ്യാൻ പറ്റും. ക്യാൻസറസ് ആണോ എന്ന്, ക്യാൻസർ ഉണ്ടോ എന്ന്, നമുക്കത് സ്തനാർബുദമാണോ എന്ന് ഫൈനലൈസ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് ഏതാണ്? മാമോഗ്രാം ആണ്. എല്ലാവരും മാമോഗ്രാം ചെയ്യണമെന്ന്, തടിപ്പ് വന്നാൽ അല്ലെങ്കിൽ മുഴ വന്ന് മാമോഗ്രാം ചെയ്യാൻ ഡോക്ടർ പറയാറില്ല. അല്ല, അത് എക്സസൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഡിസിൻ കഴിച്ചോ എന്താ പറയുക, നമ്മുടെ വിറ്റമിൻ ഇ ഗുളികകൾ അല്ലേ കഴിക്കുമ്പോൾ അതൊക്കെ മാറാറുണ്ട്. പക്ഷേങ്കിൽ ഈ മാമോഗ്രാം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് സംശയം തോന്നും, ഡോക്ടർ സംശയം തോന്നുമ്പോൾ അവർ ഈ സ്തനാർബുദം ഫൈനലൈസ് ചെയ്യാൻ ഉറപ്പാക്കാൻ വേണ്ടി പറയുന്നതാണ് എന്ത്? മാമോഗ്രാം ടെസ്റ്റ് എന്ന് പറയും. ആൻജിയോഗ്രാം നമുക്ക് ഹൃദയത്തിൻ്റെ നമുക്കറിയാം അല്ലേ. ഓക്കെ, നെക്സ്റ്റ്, HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനും അല്ലേ, അവർക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും, അസുഖമുണ്ട്, സമൂഹത്തിൽ ഇറങ്ങി നടക്കാനുള്ള പേടിയുണ്ട്. അങ്ങനെ ആണെങ്കിൽ ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ, അതിന് മുന്നേ പ്രശ്നങ്ങളൊന്നുമില്ല, അറിഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ പ്രശ്നം മറ്റുള്ളവരുടെ ഇടപഴകാനുള്ള ബുദ്ധിമുട്ട് തോന്നും ഇല്ല. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ തകർന്നു പോകും, ജീവിതം പോയും തോന്നും. കാരണം വൈറസ് കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ രോഗങ്ങളും അവരിലേക്ക് വന്ന് ചാടും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മരിച്ചു പോകുന്നുള്ള ഭീതി കൊണ്ട് അവരെ കൗൺസിലിംഗ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം. അതിനുള്ള സംവിധാനം എന്താണ്? ജ്യോതിസാണ്. അതിനുള്ള സംവിധാനമാണെന്ത്? ജ്യോതിസ് എന്ന് പറയുക. ജ്യോതിസായിട്ട് കൗൺസിലിംഗ് കൊടുക്കണം HIV-ക്കാർക്ക്. ഇനി 2024 സെപ്റ്റംബറിൽ
എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറം. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗമാണ്. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു ഏതാണ്? വിബ്രിയോ കോളറ. നെക്സ്റ്റ്, നവജാത ശിശുക്കളുടെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി ഏതാണ്? ആൻസർ ശലഭം പദ്ധതി. ജലസ്രോതസ്സുകളിൽ അണുമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം ഏതാണ്? ബ്ലീച്ചിങ് പൗഡർ. നെക്സ്റ്റ് വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? പൂനെയാണ്. താഴെ പറയുന്നവരിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? ആൻസർ JP നഡ്ഡ അല്ലേ. നെക്സ്റ്റ്, ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതി ഏതാണ്? നൂതന പദ്ധതി അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അമൃതം ആരോഗ്യം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഏത് മാർഗേണയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്? ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് മലിനമായ ഭക്ഷണ പാനീയങ്ങളിൽ കൂടിയാണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന രോഗം പകരുക. മലിനമായ പാനീയം വെള്ളങ്ങളിൽ കൂടി ജ്യൂസുകളിൽ കൂടി, അഴുക്ക് ജ്യൂസുകളിൽ കൂടിയൊക്കെ തരുന്നത്. നെക്സ്റ്റ്, ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേര്. പുതിയ രക്തഗ്രൂപ്പ് നൽകിയ പേരെന്തൊക്കെയാണ്? ആൻസർ MAL അല്ലേ. MAL മാളെന്ന് പഠിച്ച MAL. പുതിയ രക്തഗ്രൂപ്പ് MAL മാളെന്ന് പഠിക്കുക. MAL മാൾ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? നിപ്പ അല്ലേ. അതുപോലെ നിപ്പ എംപോക്സ് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, മാത്സിൻ്റെ ആണ്. ആൻസർ പറയാം നമുക്ക്. 765 43 25 സംഖ്യ, ആ സംഖ്യ വലിയ സംഖ്യ കേട്ടോ. 765432 കേൾക്കുകയാണെങ്കിൽ അല്ലേ, ആ സംഖ്യ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 8. നെക്സ്റ്റ് വരുന്നത്, ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 12.9 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയായിരിക്കും? ആൻസർ 4.3 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് വൺ, ഒരു സംഖ്യയിൽ നിന്നും 3/8 കുറച്ച് വീണ്ടും 1/8 കുറയ്ക്കുമ്പോൾ 5/12 കിട്ടുന്നു. ആദ്യത്തെ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 11/12 ആണ്. നെക്സ്റ്റ്, 2 × 5 × 7 × 4 2 × 5 7 അല്ലേ. അതിൻ്റെ വർഗ്ഗമൂലം എത്രയാണ്? ഒന്ന് ഗുണിക്കണം അല്ലേ. അതിൻ്റെ വർഗ്ഗമൂലം എത്രയാണ്? ആൻസർ നമുക്ക് പറയാം. ഓപ്ഷൻ എ 140 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, 1500 രൂപ പരസ്യവിലയുള്ള ഒരു സാരി 8% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. അയാൾക്ക് 20% ലാഭം ലഭിക്കുന്നുവെങ്കിൽ സാരിയുടെ യഥാർത്ഥ വില എത്രയാണ്? 1150 രൂപ. ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, +8 × +12 / +4 × -6 = എത്രയാണ്? ആൻസർ -144 ആണ്. നെക്സ്റ്റ്, 100 മീറ്റർ നീളമുള്ളൊരു ട്രെയിൻ 200 മീറ്റർ നീളമുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയം എത്രയാണ്? എത്ര സമയം ട്രെയിൻ എടുത്തു? 18 സെക്കൻഡ്. നെക്സ്റ്റ്, 1 8 27 64 125 അല്ലേ. വർഗ്ഗം ട്രിപ്പിൾസ് ആണത് അല്ലേ. 2⁵3 3⁵3 എന്നുള്ള സംഭവം. അടുത്ത സംഖ്യ എത്രയാണ്? ആൻസർ 216. ഓപ്ഷൻ ബി ആൻസറാണ്. നെക്സ്റ്റ് വരുന്നത്, വിട്ടുപോയത് പൂരിപ്പിക്കുക. 9 11 15 -29 39. ആൻസർ ഓപ്ഷൻ ഡി 21 ആണ് ആൻസർ. നെക്സ്റ്റ്, I 828 ആണെങ്കിൽ 639 എങ്കിൽ ഇയർ എത്രയാണ്? ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരെ അല്ലേ? സി 863. അതിൻ്റെ അക്ഷരം വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ, ബാബു എ എന്ന സ്ഥലത്തു നിന്നും യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ബിയിലെത്തി. ബിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് സഞ്ചരിച്ച് 3 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് എന്ത് ചെയ്തു? സിയിലെത്തി. സിയിൽ നിന്നും ഇടത്തോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ച് ഡിയിലെത്തി. എയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ബാബു ഇപ്പോൾ നിൽക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 3. ഒരു വരിയിൽ അഞ്ജുവിൻ്റെ സ്ഥാനം മുൻപിൽ നിന്നും 11ാമതും പിറകിൽ നിന്നാണെങ്കിൽ 7ാമത്തെ ആളുമാണ്. വരിയിലാകെ എത്ര ആളുകളുണ്ട് അല്ലേ? ഓപ്ഷൻ ഡി ആണ്. രണ്ടുകൂടെ കൂട്ടിയിട്ട് -1 ആണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരിക,
2.02 ഡിവൈഡ് ബൈ 202 എത്രയാണ്? ആൻസർ 0.010. ഓപ്ഷൻ സി ആണ്, 0.010 ആണ് ആൻസർ വരുന്നത്. 97 x/y 4:3 y/z ഈക്വൽ ടു 6:5 ആയാൽ x/z എത്ര അല്ലേ? അതൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 24:15. ഇപ്പോൾ വാച്ചിൽ 12 മണി, ക്ലോക്കിൽ 12.15 ആകുന്നത് എത്ര സെക്കൻഡ് കഴിയണം? ആൻസർ ഓപ്ഷൻ സി ആണ്, 900 സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, അബുവിൻ്റെ ഇപ്പോഴത്തെ മകൻ്റെ പ്രായം അല്ലേ? അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. 4 വർഷം മുൻപ് അത് മകൻ്റെ പ്രായത്തിൻ്റെ 7 മടങ്ങായിരുന്നു. അങ്ങനെയാണ് അബുവിൻ്റെ പ്രായം എത്രയാണ്? ക്വസ്റ്റ്യൻസ് വായിക്കാം കേട്ടോ, ആൻസർ ചെയ്യാം. 32. അടുത്തത് 100ാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, ട്രയാങ്കിളിൻ്റെ പരിപാടിയാണ്. 3, 8, 4. ആൻസർ ഓപ്ഷൻ ഡി ആണ് കൊടുത്തേക്കുന്നത്, 1 ആൻസർ കേട്ടോ. ഓക്കെ, ആവർത്തന ചോദ്യങ്ങൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. LGSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറും നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുണ്ട്. വീണ്ടും തുടർച്ചയായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓപ്പണായി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ നോ പ്രോബ്ലം.